ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏട്ടൻ്റെയൊക്കെ കുടുംബക്ഷേത്രമാണ് മുതലശ്ശേരിയിൽ. അവിടുത്തെ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു മ്യൂസിക്കൽ ആൽബം. അതാണ് അതിൻ്റെ പിന്നണി പ്രവർത്തനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്റ്റുഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്ളോഗർ ഉണ്ടല്ലോ, രമ്യ ദിനു. അവരുടെ തന്നെ ഞങ്ങളുടെ അടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് സ്റ്റുഡിയോ ഉള്ളത്. നല്ല രീതിയിലുള്ള ഒരു സ്റ്റുഡിയോയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇത് നമ്മുടെ സിനു ഹരിപ്പാട് ഒരുപാട് ആൽബങ്ങളും ഹിറ്റായിട്ടുള്ള ആൽബങ്ങളിലും ഒക്കെ പാടിയിട്ടുള്ള, ലളിതഗാനങ്ങളും ഒക്കെ പാടിയിട്ടുള്ള ആളാണ്. ഇത് നമ്മുടെ പാർവതി മോഹനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കും. സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറും പിന്നെ മഴവിൽ മനോരമയിൽ പാട്ടിലെ താരം എന്ന് പറയുന്ന അതിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പാർവതി. അപ്പോൾ പാർവതിയും സിനു ചേട്ടനും കൂടെയാണ് നമുക്ക് ഈ പാട്ട് പാടി തന്നിരിക്കുന്നത്. അതിമനോഹരമായ ഒരു മ്യൂസിക് ആൽബം ആണ് കേട്ടോ. കേട്ടുകൊണ്ടിരുന്നു പോകും നമ്മളിത്. അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചന്ദ്രബാബുണൻ്റെ ആ ഒരു വരികൾ, അതും ആ ഒരു ഈണവും എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ ഒരു എന്താ പറയുക, നമ്മളെ ഇങ്ങനെ ആ ഒരു പാട്ടിൻ്റെ ആ ഒരു അടിത്തട്ടിലേക്ക്, ആ ഒരു ആഴത്തിലേക്ക് നമ്മൾ മയങ്ങിപ്പോവും. അത്രമാത്രം നല്ല വരികളും നല്ലൊരു പാട്ടും കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ പാർവതിക്കുട്ടി വെളിയിലോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. എല്ലാം നല്ല നല്ല രീതിയിൽ കഴിഞ്ഞു, സന്തോഷമായി. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് ഇത് പ്രകാശനം ഉണ്ടായിരിക്കും. ഞങ്ങളിതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഇത് രമ്യയുടെ വീടാണ്, സ്റ്റുഡിയോ ആണെന്നൊക്കെ അറിയുന്നത്. പിന്നെ ഇത് യാഷ്മി പാർവതിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇവർ താമസിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവരുമായിട്ട് പരിചയം, കൂടുതലും ബാങ്കിൽ ചെന്നും ഒക്കെയുള്ള ഒരു പരിചയമാണ് കേട്ടോ.